السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മെല്ലാവർക്കും അല്ലാഹു തആല ധാരാളം പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു ഈ ഒരു സെഷൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇബാദത്തുകളെ സംബന്ധിച്ചാണ്. ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ, ഇബാദത്ത് എന്ന് പറയുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള അർത്ഥ തലങ്ങളുള്ള ഒരു പദമാണ്. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നത്തെ ഒരു സെഷനിൽ ഇബാദത്തിന്റെ ആരാധന എന്നുള്ള നിലയിലുള്ള ഒരു വശത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഒരല്പസമയം സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും എനിക്ക് ഇബാദത്തു ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. ഖുർആനിന്റെ ആ ഒരു ശൈലി ആ കാര്യത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു ശൈലിയാണ്. ഞാൻ മനുഷ്യരെ ഇബാദത്തു ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചു എന്നല്ല, മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല, എനിക്ക് ഇബാദത്തു ചെയ്യാനല്ലാതെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഊന്നൽ, അതിൻ്റെ ഒരു പ്രാധാന്യം, പ്രത്യേകത വേഗം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ എന്തിനാണ് അള്ളാഹു ഈ ലോകത്തേക്ക് മനുഷ്യരെ സൃഷ്ടിച്ച് അയച്ചിട്ടുള്ളത്? മനുഷ്യരുടെയോ മറ്റ് ജീവജാലങ്ങളുടെയോ ഇനി ഈ പ്രപഞ്ചത്തിൻ്റെയോ തന്നെ സൃഷ്ടിപ്പിൽ നമുക്കാർക്കും യാതൊരു പങ്കുമില്ല. നമ്മോടാരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ നിലനിൽപ്പിലോ മുന്നോട്ടു പോക്കിലോ നമുക്ക് പ്രത്യേകമായി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള യാതൊരു വിഹിതവും ഇല്ല. അപ്പോൾ അള്ളാഹു ആണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹു ആണ് രക്ഷിതാവ്, നിയന്താവ്, സർവലോക പരിപാലകനവനാണ്. അതുപോലെ തന്നെ പ്രാപഞ്ചികമായ വിധികർത്താവ് അവനാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായ ഘടനയും വ്യവസ്ഥയും ഒക്കെ നൽകിയിട്ടുള്ളത് അള്ളാഹു ആണ്. അതിലൊന്നും ആർക്കും ഒരു പങ്കുമില്ല. അതേ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയേണ്ടത്? ആ അള്ളാഹു ആണ് പറയുന്നത്, എനിക്ക് ഇബാദത്തു ചെയ്യാനല്ലാതെ ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നത്. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്താണ് അത്. അള്ളാഹു ഈ ലോകത്തെ മൊത്തം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അതിൽ ഇത്രത്തോളം അത്യത്ഭുതകരവും വ്യവസ്ഥാപിതവുമായ ആസൂത്രണ തികവോട് കൂടിയിട്ടുള്ള സൃഷ്ടിപ്പ് നടത്തുകയും ചെയ്തു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിങ്ങളുടെ നാഥന്റെ നാമം വാഴ്ത്തുക. ആരാണവൻ? അല്ലദീ ഖലഖ, അവനാകുന്നു സൃഷ്ടിച്ചിട്ടുള്ളത്. ഫസവ്വ, അവനാകുന്നു രൂപം നൽകിയത്, ഡിസൈൻ നൽകിയത്. വല്ലദീ ഖദ്ദറ, അവനാകുന്നു എണ്ണം കണക്കാക്കിയത്. ഫഹദ, അവനാണ് വഴി കാണിച്ച് തന്നത്. മനുഷ്യന് മാത്രമല്ല, എല്ലാവർക്കും.
അപ്പോൾ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചു. ആരും കണ്ടാൽ ഇത് മോശമായി പോയല്ലോ എന്ന് പറയാനാവാത്ത വിധം തികവോടുകൂടി അതിനെ നേരെയാക്കി, ചൊവ്വാക്കി, ഡിസൈൻ നൽകി. അതുപോലെ തന്നെ ഓരോന്നിനും ആവശ്യമായത്ര ആയുസ്സും, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായത്ര വിഭവങ്ങൾ, അതിന്റെ എണ്ണവും എല്ലാം കണക്കാക്കി ഓരോന്നിനും വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത അള്ളാഹുവിന്റെ നാമം നിങ്ങൾ വാഴ്ത്തുക. ആരോ സൃഷ്ടിക്കുകയും ആരോ സംവിധാനിക്കുകയും ആരോ പരിപാലിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുക എന്നല്ല. നിങ്ങൾ പുകഴ്ത്താനും തസ്ബീഹ് ചെയ്യാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ന്യായം നിങ്ങളുടെ സൃഷ്ടിപ്പും നിങ്ങൾക്ക് രൂപം നൽകിയതും നിങ്ങളുടെ വിധി നിർണയിച്ചതും നിങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നതുമൊക്കെ ഞാനാകുന്നു എന്നതാണ്. അള്ളാഹു അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ എല്ലാ ഘടനയും പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച, ഒരു കുറവുമില്ലാതെ സൃഷ്ടിച്ച അള്ളാഹു മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പദവി മനുഷ്യന് നൽകുകയുണ്ടായി. അത് വേറെ ആർക്കും നൽകാത്ത ഒരു പദവിയാണ്, ഒരു സ്ഥാനമാണ്. ബനി ആദം, ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. ആ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയാണ്. ഇങ്ങനെ അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷം നാം കാണുന്ന നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ചെറുതും വലുതുമായ ജീവജാലങ്ങൾക്കൊന്നും തന്നെ ഇല്ലാത്തതാണ്. അപ്പോൾ ആ ആദരവ് നൽകപ്പെട്ടവർ എന്ന ഒരു അധിക അനുഗ്രഹം കൂടി മനുഷ്യരായ നമുക്കൊക്കെ ഉണ്ട്. ആ ആദരവിന്റെ ഭാഗമാണ് മനുഷ്യന് മുമ്പാകെ അള്ളാഹു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളത്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും അങ്ങനെയല്ല. അതൊക്കെ നിർബന്ധിതമായി അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അതിന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയെ ഒരു രക്ഷിതാവ് തിരക്കേറിയ റോട്ടിലൂടെ നടക്കുമ്പോൾ കൈപിടിച്ചുകൊണ്ടാണ് പോവുക. കൈപിടിച്ച് രക്ഷിതാവാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. കുട്ടിക്ക് സ്വന്തമായി മുന്നോട്ട് നീങ്ങാനോ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാനോ റോഡ് ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഒന്നും അവസരമില്ല. ഈ രക്ഷിതാവ് എങ്ങോട്ടാണോ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോകാനേ കഴിയും. പക്ഷെ അതുകൊണ്ട് തന്നെ ആ കുട്ടി സുരക്ഷിതമായി നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷിതാവിന്റെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലും. അങ്ങനെ കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രക്ഷിതാവിനോട് അത് കാണുന്ന നമുക്കെല്ലാം നല്ല മതിപ്പാണ്. കാരണം ആ കുട്ടിയുടെ കാര്യത്തിൽ അയാൾക്കുള്ള ശ്രദ്ധ, സൂക്ഷ്മത, അങ്ങനെ തന്നെയാണത് വേണ്ടത് എന്നെല്ലാവരും പറയും. എന്നാൽ ആ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ഒരു പ്രായവും വലുപ്പവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് ആ കുട്ടി വലുതായി പ്രായപൂർത്തിയായി ഒരു 18ഓ 20ഓ വയസ്സായി അല്ലെങ്കിൽ അതിലേക്കാൾ പ്രായമായ സമയത്തും ഒരു രക്ഷിതാവ് ആ 21ഓ 25ഓ വയസ്സു പ്രായമുള്ള തന്റെ മകന്റെ കൈപിടിച്ചുകൊണ്ട് അവന് തിരിയാനും അറിയാനും അവസരം കൊടുക്കാതെ, തെരഞ്ഞെടുക്കാനുള്ള അവസരമില്ലാതെ റോട്ടിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒന്നുകിൽ ആ കുട്ടി സ്വയം തെരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയാണ് എന്ന് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ആ രക്ഷിതാവ് കാര്യബോധമില്ലാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കും. കാര്യബോധമുള്ള ഒരു രക്ഷിതാവും കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിവുള്ള ഒരു മകനുമായിരുന്നെങ്കിൽ ആ മകന്റെ കൈ ആ പ്രായത്തിൽ റോട്ടിലൂടെ പോകുമ്പോൾ ഈ പിതാവ് പിടിച്ചു നടക്കുകയില്ല. അപ്പൊ സ്വാതന്ത്ര്യം നൽകാതിരിക്കുകയില്ല.
അപ്പൊ കൊച്ചുകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയത് ഒരു നല്ല കാര്യമായി മനസ്സിലാക്കുന്ന നമ്മൾ തന്നെ ആ കുട്ടി മുതിർന്ന ആളാകുമ്പോൾ അവന് സ്വാതന്ത്ര്യം നൽകാതെ കൈപിടിച്ച് നടക്കുന്നത് ഒരു മോശമുള്ള കാര്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കുട്ടിയെ അംഗീകരിക്കുന്നത് എപ്പോഴാണ്? ഈ കുട്ടി മുതിർന്നിരിക്കുന്നു എന്ന് അംഗീകരിക്കുന്നത് എപ്പോഴാണ്? ആ കുട്ടിയെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവനെ സ്വതന്ത്രമായി വിടുമ്പോഴാണ്. അപ്പൊ അവൻ അവൻ്റെതായ വഴി കണ്ടെത്താനുള്ള ശേഷിയെത്തി, പ്രായമെത്തി, സൂക്ഷിച്ചു പോകാനുള്ള കാര്യബോധമെത്തി എന്ന് അംഗീകരിക്കുമ്പോഴാണ് അവനെ സ്വതന്ത്രമായി വിടുക. പക്ഷെ ഈ സ്വതന്ത്രമായിട്ട് പോകുമ്പോഴും രക്ഷിതാവ് ചിലപ്പോൾ പറയും, മോനെ ശ്രദ്ധിച്ചു പോകണം കേട്ടോ എന്നൊക്കെ പറയും. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പ്രത്യേകം ആദരിച്ചുകൊണ്ടാണ്, സ്ഥാനവും പദവിയും നൽകിക്കൊണ്ടാണ് മനുഷ്യന് മുമ്പാകെ രണ്ടാലൊരു വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. അങ്ങനെ സ്വാതന്ത്ര്യം നൽകിയതിനു ശേഷവും അള്ളാഹു വീണ്ടും വീണ്ടും പറയുന്നു, ഇത്തഖുല്ലാ ഇത്തഖുല്ലാ, സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ കാര്യബോധമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത് തെരഞ്ഞെടുക്കാൻ ലഭിച്ച അവസരത്തെ അനുകൂലമായി ഉപയോഗപ്പെടുത്തുക, ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്തുക, പ്രപഞ്ചനാഥന് വണങ്ങി വഴങ്ങി ജീവിക്കുക എന്നതാണ്. അപ്പോ തിന്മകളിലേക്ക് പോകാതിരിക്കുക. പക്ഷികൾക്കും മൃഗങ്ങൾക്കും അങ്ങനെ രണ്ടു വഴിയില്ല. അവയുടെ ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടിയെ രക്ഷിതാവ് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദരിക്കുകയും അവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യപ്പെട്ടപ്പോൾ മനുഷ്യൻ വേണ്ടത് എന്താണ്? നല്ല വഴി തെരഞ്ഞെടുക്കുക എന്നതാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറയുന്നുണ്ട്, തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം എന്നാണ്. ശരി, അപ്പോൾ അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ള രണ്ട് വഴികളിൽ ഏതാണോ നാം തെരഞ്ഞെടുക്കേണ്ടത് നമുക്കുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരാൾ നല്ല വഴി തെരഞ്ഞെടുത്തു എന്നിരിക്കട്ടെ, ന്യായമായ, ബുദ്ധിപൂർവകമായ, നന്ദിയുള്ള ഒരു വഴി തെരഞ്ഞെടുത്തു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എനിക്ക് എല്ലാ സംവിധാനങ്ങളും തന്നു, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളുടെയും മേൽ വീണ്ടും എനിക്ക് രണ്ടാലൊരു മാർഗം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു, എന്നെ ആദരിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി സുരക്ഷിതമായ വഴി തന്നെ വേണം തെരഞ്ഞെടുക്കാൻ എന്ന് മനസ്സിലാക്കി ഒരാൾ അള്ളാഹുവിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിച്ചാൽ, അവിടെയാണ് ഈ ഇബാദത്ത് എന്ന് പറയുന്നത് പ്രസക്തമാകുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പാകെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന്റെ അടിമത്വം തെളിയിക്കേണ്ടത്, അള്ളാഹുവിന് എങ്ങനെയാണ് കീഴ്വണങ്ങേണ്ടത്, അള്ളാഹുവിന് കീഴ്വണങ്ങിക്കൊണ്ട് അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ അറിയിപ്പ് നൽകും എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹു അല്ലാത്ത ഒരാളോ ഒരു സംഘം ആളുകളോ ഒരുപാട് കാലം കൊണ്ട് ഒരുപാട് സമൂഹങ്ങളോ ഒക്കെയാണ് അള്ളാഹുവിനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അത് അബദ്ധമായിരിക്കും. കാരണം അള്ളാഹുവിനെ മനുഷ്യരാരും കാണുന്നില്ല. അള്ളാഹുവിലുള്ള വഴി ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ശേഷി മനുഷ്യനില്ല. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴി ഏത് എന്ന് സ്വയം കണ്ടെത്താനുള്ള ബുദ്ധി മനുഷ്യനില്ല. അവന്റെ കയ്യിലുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടും ആ വഴി കണ്ടെത്താൻ, അങ്ങനെ ഒരു മാപ്പ് തയ്യാറാക്കാൻ അവന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ പറയും. ഇപ്പോ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ പറയും എന്ന അടിസ്ഥാനം വിട്ട് മനുഷ്യർ അള്ളാഹുവിനെ കുറിച്ച് വർണ്ണിക്കാനും ഭാവനയിൽ കാണാനും ചിത്രം വരയ്ക്കാനും ബിംബങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവന്റെ പരിമിതികളെല്ലാം ദൈവത്തിൽ ആരോപിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സഹോദര മതക്കാരൊക്കെ വിശ്വസിക്കുന്ന ദേവന്മാർ, ദേവിമാർ എന്ന സങ്കല്പങ്ങളിലൊക്കെ ദേവലോകത്ത് നടന്ന സംഘർഷങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അസൂയയെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവങ്ങൾ തമ്മിൽ അസൂയപ്പെടുകയും സംഘർഷപ്പെടുകയും ചിലരെ കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്തതായിട്ട് പോലും
അവർ വിശ്വസിക്കുന്നു. കാരണം അവർ മനുഷ്യനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു മാനുഷികമായിട്ടുള്ള ബലങ്ങളും ദൗർബല്യങ്ങളും അള്ളാഹുവിൽ ആരോപിക്കുകയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെയും അതിന് മുമ്പുണ്ടായിരുന്ന കിതാബുകളിലൂടെയും ഒക്കെ നിരന്തരമായി സ്ഥാപിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവാണ് പറയാം അവൻ എങ്ങനെയുള്ളവനാണ്. പരിശുദ്ധ ഖുർആനിൽ അതിന്റെ വിശദീകരണമാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ പഠിക്കുന്നത്. അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഓരോ നാമത്തിലും ഒരുപാട് പേര് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളതല്ല, ഓരോ നാമത്തിലും അള്ളാഹുവിന്റെ പ്രത്യേകതയും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായ കാര്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ അള്ളാഹു തന്നെ പറയും എങ്ങനെയാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത്. ആ ഇബാദത്തിൽ അള്ളാഹുവിന് ഉണ്ടാകേണ്ട ആരാധനകൾ എങ്ങനെയാണ് എന്ന് അള്ളാഹു പറയുമെന്നാണ്. മനുഷ്യന്റെ ഭാവനക്ക് അത് വിട്ടുകൊടുത്തിട്ടേയില്ല. അങ്ങനെ അള്ളാഹു എങ്ങനെയാണ് നമുക്കത് അറിയിച്ചു തരിക എന്ന് ചോദിച്ചാൽ, അവരുടെ കിതാബുകളിലൂടെയും, ആ കിതാബുകൾ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ കിതാബ് പാരായണം ചെയ്യാനും ആ കിതാബ് കൊണ്ട് നമ്മെ സംസ്കരിക്കാനും ആ കിതാബ് നമുക്ക് പഠിപ്പിച്ചു തരാനും ഒക്കെ നബിമാരെ അയച്ചുകൊണ്ടാണ്. അവരാണ് നമുക്ക് മാതൃക കാണിച്ചു തരിക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അഖീമുസ് സ്വലാ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ആ സ്വലാത്ത് എങ്ങനെയാണെന്നല്ലേ, അത് ഞാൻ എങ്ങനെയാണോ ആ സ്വലാത്ത് നിർവഹിക്കുന്നത് അതുപോലെ നിങ്ങൾ നിർവഹിക്കുക. ഞാൻ എങ്ങനെയാണോ നിർവഹിക്കുന്നത് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ അങ്ങനെ നിർവഹിക്കുക. അപ്പോൾ കൈഫിയത്തു സ്വലാ, എങ്ങനെയാണ് നമസ്കാരം. ഈ സ്വലാത്ത് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ നമസ്കാരം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സ്വലാത്ത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരും. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് നോമ്പ്? അയ്യാമം മഅദൂദാത്ത്, അത് എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ്. ഏതാണ് എണ്ണപ്പെട്ട ദിവസം? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരും. റമദാനിലാണ് നോമ്പ്. ആ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇതൊക്കെ ഖുർആൻ പറയുന്നു. എന്നാൽ അതിൽ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, നോമ്പെടുക്കുമ്പോൾ പാടുള്ളത് എന്ത്, പാടില്ലാത്തത് എന്ത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇത്യാദി കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞു തരിക. നിങ്ങൾ സക്കാത്ത് നൽകണം. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്, സമ്പത്തുമായി ബന്ധപ്പെട്ടത്. ആരാണ് പറഞ്ഞു തരിക? അതിന്റെ വിശദാംശങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വരും. ഹജ്ജ് ചെയ്യാം, ഇസ്ലാം കാര്യത്തിൽ 5-ാമത്തതാണ്, അടിസ്ഥാന തൂണുകളിൽ ഒന്നാണ്. ആരാണ് പഠിപ്പിച്ചു തരിക? റസൂലുള്ളാഹി പഠിപ്പിച്ചു തരും. അതിനോടനുബന്ധിച്ചുള്ള ഉംറ റസൂലുള്ളാഹി പഠിപ്പിച്ചു തരും. പിന്നെ ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്താണ്, പ്രാർത്ഥനകൾ എന്താണ്, അതിന്റെ രീതി എന്താണ്, അതിന്റെ ഒരു സ്വഭാവം എന്താണ്, ഇത്യാദി കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ മാതൃക കാണിച്ചു തരികയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ആരാധനാ കർമ്മങ്ങളിൽ അത് മനുഷ്യന് ഏറ്റവും ലളിതമായ, ലഘുവായ രീതിയിലാണ് അള്ളാഹു നിർണയിച്ചിട്ടുള്ളത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, ഉസ്ർ ഉദ്ദേശിക്കുന്നില്ല, യുസ്റാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്, അള്ളാഹു പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു നമുക്ക് കഴിയാത്തത് നമ്മുടെ മേൽ ചുമത്തുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരാൾക്ക് കഴിയാത്തൊരു കാര്യം അള്ളാഹു അവന്റെ മേൽ ചുമത്തുന്നില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ പലതരം മതങ്ങളുണ്ട്, അവർക്ക് പലതരത്തിലുള്ള ആരാധനാ രീതികളുണ്ട്. പ്രാദേശികമായി ഓരോ പ്രതിഷ്ഠകൾക്കും മുമ്പാകെ വ്യത്യസ്തമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. ആഗോളതലത്തിൽ ഉള്ള ആചാരങ്ങളുണ്ട്, പലതുണ്ട്. പക്ഷെ അവയിലെല്ലാം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം കഠിനമായ പ്രയാസം സഹിക്കാൻ കഴിയുമോ അത്രത്തോളമാണ് ശ്രേഷ്ഠമായ അവസ്ഥയിൽ എത്തുക. അതുകൊണ്ടാണ് തപസ്സുണ്ടായത്. തപസ്സുണ്ടാവരുത്. എത്ര പേർക്ക് തപസ്സിരിക്കാൻ കഴിയും എന്നതൊക്കെ വേറെ ഒരു ചർച്ചയാണ്. പക്ഷെ ജലപാനമില്ലാതെ ഏകനായിരുന്ന് എന്നിട്ട് അതിൽ തന്നെ അങ്ങ് ജീവൻ വെടിഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു സമാധിയായി കണക്കാക്കുന്ന ഒരവസ്ഥയോളം ഉണ്ട്. കനലിൽ ചവിട്ടുന്ന, നാവ് വലിച്ച് തൃശൂലം ഇറക്കുന്ന, അങ്ങനെയാണ്. അപ്പൊ ശരീരത്തെ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തി എത്രത്തോളം അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്ന ആരാധനാ രീതികൾ ഉണ്ട്. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. യസ്റു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക ആളുകൾക്ക്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ആരാധനകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാൻ വേണ്ടി പോയ മൂന്നാളുടെ കഥ വളരെ പ്രസിദ്ധമാണ്. അവര് പിന്നെ ചെല്ലുമ്പോൾ റസൂൽ അവിടെ ഇല്ല. അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ വന്ന ആൾക്കാർ തമ്മിൽ പറഞ്ഞു, ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, ഒരുപക്ഷെ നബിക്ക് അത് മതിയാവും, കാരണം നബിയാണല്ലോ. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് പോരല്ലോ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കൂല, കല്യാണം, കുടുംബം, കുട്ടികൾ അതൊക്കെ പടച്ചോനെ ആരാധിക്കുന്നതിന് തടസ്സങ്ങളാണ്, വേണ്ട. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി രാത്രി ഒരുപോലെ കണ്ണടക്കില്ല, പൂർണ്ണമായും വിവാദത്തിലായിരിക്കും. ഒരാൾ പറഞ്ഞു, ഞാൻ ഈ ഒരു ഒറ്റ ദിവസവും പകൽ ഭക്ഷണം കഴിക്കൂല, നോമ്പ് കഴിക്കൂല ആ ദിവസം. അപ്പൊ ഒരു സജീവമായ ഒരു മനസ്സാണല്ലോ. പിരിയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. അപ്പൊ കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിച്ചു. റസൂൽ പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ദിവസമുണ്ട്, അല്ലാത്ത ദിവസമുണ്ട്. ഇതാണ് എന്റെ ദീൻ. എന്റെ ദീൻ ഇതാണ്. അത് പോരെന്ന് തോന്നുന്നവർ
ഫലൈസ മിന്ന, എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ എന്താ കാര്യം? അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ കഠിന ത്യാഗം ചെയ്യുക എന്നതല്ല, എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും. ഇസ്ലാമിലെ ആരാധനാ രീതികളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ എളുപ്പമാണ്. എല്ലാ നേരത്തും പ്രാർത്ഥനയുണ്ട്. അറബിയിൽ അത് പഠിച്ച് ചൊല്ലാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെല്ലാം, അല്ലാത്തവർക്ക് മലയാളത്തിൽ സ്വന്തം ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ അത് പറയാം. അപ്പോൾ ഉണർന്നെണീറ്റ് വരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് അയാൾ ഉണരുന്നത്. പിന്നീട് അയാളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഓരോ ഘട്ടത്തിലും, തീറ്റയിലും കുടിയിലും വിസർജന സ്ഥലത്തും അങ്ങനെ തുടങ്ങി എല്ലാ നേരത്തും പടച്ച തമ്പുരാനെ ഓർമ്മിക്കുക, ദിക്ർ ഉണ്ടാവുക, പ്രാർത്ഥന ഉണ്ടാവുക. അതിന് ഉള്ള ഉത്ബോധനങ്ങളും പ്രോത്സാഹനങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണത്, എപ്പോഴും ചെയ്യാം, ഒരുങ്ങി ഇരിക്കേണ്ടതില്ല. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന, വാഹനത്തിൽ നിങ്ങൾ അങ്ങനെ കയറുമ്പോൾ അപ്പോൾ പ്രാർത്ഥിക്കണമെന്നേ ഉള്ളൂ. എന്ത് ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം, അതിനൊരു പ്രത്യേക വേഷം ധരിക്കൊന്നും വേണ്ട, ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ മതി. പിന്നെ വ്യവസ്ഥാപിതമായി ഒരുങ്ങിയിരിക്കേണ്ടുന്ന നമസ്കാരം എത്രയാണ്? അത് ഒരു ദിവസം 5 വക്താണ്, 5 നേരം മാത്രമുള്ള സ്വലാത്ത്, അതേ നിർബന്ധമുള്ളൂ. സൗകര്യം പോലെ കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കണമെന്നുള്ളവർക്ക് കൂടുതൽ സുന്നത്തായ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കാം. അത് പക്ഷേ മറ്റ് സാമൂഹികമായ കുടുംബപരമായ ബാധ്യതകളെയോ ഉത്തരവാദിത്തങ്ങളെയോ മറന്നുകൊണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ 3 പേരോട് അത്ര പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൽ കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 5 വക്ത് നമസ്കാരം യഥാർത്ഥത്തിൽ നമുക്ക് നിർബന്ധമാക്കുമ്പോൾ ആ സമയത്തിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഫജറിന്റെയും ളുഹറിന്റെയും അസറിന്റെയും മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഒക്കെ സമയത്തിന് തന്നെ പ്രാധാന്യമുണ്ട്, പ്രത്യേകതകളുണ്ട്. ആ നമസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ നമസ്കാരം ഒന്നും തന്നെ നമസ്കാരത്തിന് വേണ്ടിയുള്ളതല്ല, വളരെ കൃത്യമായ ലക്ഷ്യം നിർണ്ണയിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നതാണ് അതിലൊരു ഭാഗം, മറ്റൊരു ഭാഗം ജീവിതത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. അപ്പൊ സ്വലാത്തുൽ ദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം നിലനിർത്തുക. പിന്നെ സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് സാമൂഹ്യ വശമാണ്, ചീത്ത കാര്യങ്ങളിൽ നിന്ന്, ദുർവൃത്തികളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയുന്നു. അപ്പൊ ഒന്ന് ആത്മീയമായ അള്ളാഹുവിനോടുള്ള സ്മരണയും ബോധവും ഓർമ്മയും, അതിന്റെ തന്നെ ഫലമാണ് ചീത്ത കാര്യങ്ങളിൽ നിന്ന്, അശ്ലീലങ്ങളിൽ നിന്ന്, വേണ്ടാധീനങ്ങളിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, ഈ ലോകത്തുള്ള മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, ആത്മീയമായും ശാരീരികമായും മാനസികമായുമുള്ള ആരോഗ്യം നൽകാൻ, എല്ലാ നിലക്കുള്ള ആരോഗ്യമാണ്, വുദൂയിലൂടെ, പരിസരം ശുദ്ധിയായിരിക്കണമെന്ന അധ്യാപനത്തിലൂടെ, വസ്ത്രത്തിൽ മാലിന്യം ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ചതിലൂടെ ഒക്കെ, ഏറ്റവും കൃത്യമായ ശുചിത്വ പാഠങ്ങളിലൂടെ ആണല്ലോ ഈ നമസ്കാരങ്ങളൊക്കെ പോകുന്നത്. ആരോഗ്യത്തിന് നന്ന്, മാനസികാരോഗ്യത്തിന് വളരെ നന്ന്. അങ്ങനെ മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ഗുണകരമാകുന്ന, ഉപകാരപ്രദമാകും വിധമാണ് നമസ്കാരം. അത് മനുഷ്യന് ഏകാഗ്രത നൽകുന്നു. നമസ്കാരം നൽകുന്ന ഗുണങ്ങൾ, ഫലങ്ങൾ എന്നത് തന്നെ നിങ്ങൾക്ക് 2, 3, 4, 5 ക്ലാസ് എടുത്താൽ തീരാത്തത്രയും ആണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. ഇതൊക്കെ കിട്ടുന്നുണ്ടോ നിസ്കരിക്കുന്നവർക്ക് എന്ന് ചോദിച്ചാൽ അത് വേറെ പറയേണ്ടതാണ്. കാരണം എങ്ങനെ നമസ്കാരത്തെ പ്രയോജനപ്രദമാക്കാം, എങ്ങനെ റൂഹുള്ള, ആത്മാവുള്ള സ്വലാത്ത് എങ്ങനെ നിർവഹിക്കാം എന്നത് വേറെ പരിശീലിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യമാണ്. എന്തായാലും അതിനാണ്, ആ കരുത്ത് കിട്ടുന്നതാണ് നമസ്കാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോമ്പ് അതുപോലെ തന്നെയാണ്. നോമ്പിന്റെ ഗുണഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്. അതൊരു വെറുതെ ഒരു ദാനം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു സാമ്പത്തിക സംസ്കാരമാണ്, ഒരു സാമ്പത്തിക അച്ചടക്കമാണ്. സമ്പത്തിനോടുള്ള നമ്മുടെ നിലപാടിന്റെ വളരെ കൃത്യതയാർന്ന ഒരു വഴിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്, സംസ്കാരമാണ്. അതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് അതിൻ്റെതായ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് അതറിയാം. അപ്പോ ഈ ആരാധനാ കർമ്മങ്ങൾ ആരാധനകൾക്ക് വേണ്ടിയല്ല. ഒരാൾ ട്രെയിനിൽ കയറി, എന്തിന് ട്രെയിനിൽ കയറാൻ തന്നെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, എങ്ങോട്ടോ പോകാൻ വേണ്ടിയാണ് ട്രെയിനിൽ കയറുന്നത്. ഇനി ഒരു കൗതുകത്തിന് വേണ്ടി ട്രെയിനിൽ കയറുന്നവർ, ഇതുവരെ കയറാത്തവർ എന്ന നിലക്കാണെങ്കിൽ അത് 1, 2 തവണയിൽ അവസാനിക്കേണ്ടതാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ടതില്ല. ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലാത്തവർ ഒരു കൊതിക്ക് വേണ്ടി അടുത്ത ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് ഒരു വിമാനത്തിൽ കയറി പോകുന്നു, വിമാനയാത്ര ചെയ്യാനായി ഒരു കൗതുകത്തിന്, അത് 1 തവണയോ 2 തവണയോ മതിയാവും. എല്ലാ വർഷവും അങ്ങനെ ഒരാൾ പോകുന്നുവെങ്കിൽ, എല്ലാ മാസവും പോകുന്നുവെങ്കിൽ, എല്ലാ ദിവസവും പോകുന്നുവെങ്കിൽ അതൊരു ശരിയായ നടപടിയല്ല. അപ്പോ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്തിനാണ് നിസ്കാരം? നിസ്കരിക്കാൻ വേണ്ടി എന്നല്ല, അതിന് ലക്ഷ്യമുണ്ട്. നോമ്പിന് ലക്ഷ്യമുണ്ട്, ഹജ്ജിന് ലക്ഷ്യമുണ്ട്, സക്കാത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാത്തവന്റെ നമസ്കാരത്തെക്കുറിച്ച് വൈലുൽ മുസല്ലീൻ, നാശത്തിന്റെ നമസ്കാരമാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ആ ലക്ഷ്യം നേടിയെടുക്കാത്തവന്റെ നോമ്പിനെ കുറിച്ച് എത്ര നോമ്പുകാർ അവർക്ക് പട്ടിണി മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഹജ്ജ്. ആ ലക്ഷ്യം നേടിയെടുക്കാത്തവന്റെ തൽബിയത്തിനെ കുറിച്ച് ലാ ലബ്ബൈക്ക് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ്. അപ്പോൾ വളരെ കൃത്യമായ ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് വളരെ ലളിതമാണ്, ലഘുവാണ്, പക്ഷെ അത് നിർബന്ധമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ വഴി സ്വീകരിക്കാം, നിങ്ങൾക്ക് നന്ദികേടിന്റെ വഴി സ്വീകരിക്കാം, നിങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്താം, അപ്പോൾ നിസ്കരിക്കൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന വഴി സിറാത്തുൽ മുസ്തഖീം ആണെങ്കിൽ, അപ്പൊ പിന്നെ നിങ്ങൾ ഈ ഘടന അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ്. ആ ഘടനയിൽ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ, നമ്മൾ എത്ര തിരക്ക് പിടിച്ച ആളാണെങ്കിലും, നമ്മൾ ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, എല്ലാവർക്കും ഫിറ്റ് ആയിട്ടുള്ള ആരാധനാ രീതികളാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഭിന്നശേഷിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റാണ്,
നിങ്ങൾ സ്ത്രീയോ പുരുഷനോ കുട്ടിയോ വൃദ്ധനോ രോഗിയോ കിടപ്പ് രോഗിയോ ആരായിക്കൊള്ളട്ടെ, ഇസ്ലാമിൽ ആരാധനാകർമ്മങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ്. അപ്പോ നിങ്ങൾ യാത്രയിലാണോ, നിങ്ങൾക്കത് ഇപ്പൊ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ യാത്രയിലാണെങ്കിൽ അത് ചുരുക്കി നിസ്കരിക്കാം. ഇനി നിങ്ങൾ വല്ലാത്ത തിരക്കിലായി പോയോ, നിങ്ങൾക്കത് ചേർത്ത് നമസ്കരിക്കാം. അതിന്റെയൊക്കെ കൃത്യതയുള്ള ഉപാധികൾ, നിയമങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ നിയമങ്ങളാകട്ടെ എല്ലാവർക്കും പാലിക്കാൻ കഴിയും വിധമുള്ളതാണ്. നോമ്പാണെങ്കിൽ യാത്രക്കാരനാണോ, നിങ്ങൾ പിന്നീട് നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അങ്ങനെയാണ്. നിങ്ങൾ ദരിദ്രനാണോ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന വേണ്ട. നിങ്ങൾ ആരോഗ്യമില്ലാത്തവനാണോ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ആളാണോ, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. അപ്പൊ ഓരോന്നിനും വളരെ കൃത്യമായ ഉപാധികളുണ്ട്, നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥകൾ പാലിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന പ്രഖ്യാപനമാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമത്തം സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ഇബാദത്തുകൾ അള്ളാഹു തആല നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ളത് ലഘുവായ രീതിയിലാണ്. അതിന്റെ ഗുണങ്ങളോ അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തമാകാൻ, മനസ്സ് മെച്ചപ്പെടാൻ, മാനസികമായ ആരോഗ്യം ഉണ്ടാകാൻ. അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ അത് നിങ്ങൾക്ക് ലഭ്യമാവുകയേയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാവുകയുള്ളൂ. നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കാം, അധികാരം ലഭിക്കാം, നിങ്ങൾക്ക് പല സ്ഥാനമാനങ്ങളും ലഭിക്കാം, പലതും ഉണ്ടാകാം. പക്ഷെ മനസ്സിന്റെ തുമഇനീനത്ത്, അതിന്റെ അടക്കം, ശാന്തി, അതിന്റെ സമാധാനം, അത് ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടേ സാധ്യമാണ്. ആ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് ദിക്ർ, ദുആ, സ്വലാത്ത്, സലാം, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, അങ്ങനെ തുടങ്ങിയ എല്ലാ ആരാധനാകർമ്മങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഈ അർത്ഥത്തിൽ ഗുണകരമായി നമുക്ക് വന്നു ഭവിക്കാൻ എങ്ങനെയാണ് ആരാധനാകർമ്മങ്ങളെ നമ്മൾ പരിശീലിക്കേണ്ടത് എന്നത് തീർച്ചയായിട്ടും പഠനവും പരിശീലനവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നിസ്കാരവും സ്വലാത്തും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് അവിടെയാണ്. ദീർഘനാളുകളായിട്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് ആ നമസ്കാരത്തിന്റെ ഫലം ലഭിക്കുന്നില്ല എങ്കിൽ അവർ പരിശോധിക്കേണ്ടത് അവരുടെ നമസ്കാരം റൂഹുള്ള നമസ്കാരമാണോ, ജീവനുള്ള നമസ്കാരമാണോ എന്നാണ്. ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കേവലം ജഡമാണ്, നമസ്കാരത്തിന്റെ ജഡം, നമസ്കാരത്തിന്റെ കേവല ശരീരം മാത്രം, മയ്യത്തായി പോയ ഒരു നിസ്കാരം. അതുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹിനെ ഓർമ്മ ഉണ്ടാവില്ല, ചീത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല, അങ്ങനെ കിടക്കും. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ആരാധനകൾ നിർവഹിക്കാൻ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധ കാണിക്കുക. ഒരു ദിവസം രാവിലെ നമ്മുടെ പ്ലാൻ കൃത്യപ്പെടുത്തുക. ഇന്നത്തെ എന്റെ ളുഹർ എവിടുന്നാണ്, ഇന്നത്തെ എന്റെ അസർ എവിടുന്നാണ്, എന്റെ മഗ്രിബും ഇശാവും എവിടുന്നാണ്, അത് നമുക്ക് ചാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനു ചുറ്റും നമ്മുടെ ബാക്കി പ്രവർത്തനങ്ങളെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ്. അപ്പൊ നമുക്ക് സാധ്യമല്ലാത്ത, ഒരു മനുഷ്യനെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യന് ഭാരമായി മാറുന്ന ഒരു ആരാധനാകർമ്മവും ഇസ്ലാമിൽ ഇല്ല. അതല്ലെങ്കിൽ കുറെ കാലം ആരാധനകളും പ്രാർത്ഥനകളും ഒന്നും ഇല്ലാതെ തിരക്കിട്ട പണി, പിന്നെ ഒരു 10-40 ദിവസം അല്ലെങ്കിൽ വേറെ ഏതൊരു ഘട്ടത്തിൽ പോയിട്ട് കുറെ ആരാധനകൾ നിർവഹിക്കൽ, അങ്ങനെയില്ല. അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ഉള്ളത് നമ്മുടെ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകാവുന്ന, ഒരേ സമയം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ആരാധനാ രീതികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുവരെ മൊത്തം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ, അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, നിയന്താവ്. ആ അള്ളാഹു എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും നൽകിയതിനേക്കാൾ വലിയ അനുഗ്രഹം മനുഷ്യന് നൽകി. മനുഷ്യന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ ആദരവ് ലഭിച്ചു എന്നതാണ്. ആ ആദരവ് ലഭിച്ചതിന്റെ വിശദീകരണമാണ് മനുഷ്യന് മുമ്പാകെ 2 വഴികൾ ഏത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയത്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ തെരഞ്ഞെടുക്കേണ്ടത് സിറാത്തുൽ മുസ്തഖീമാണ്, നല്ല വഴിയാണ്. അങ്ങനെ വന്നാൽ അള്ളാഹുവിന് അടിമപ്പെടുന്ന, അവന്റെ ആബിദുകളായി മാറുക എന്നതാണ് മനുഷ്യൻ വേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത്. ആ ഇബാദത്തുകളിലെ ഒരുപാട് വശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വശമാണ് ആരാധന. ആ ആരാധനകൾ എങ്ങനെ നിർവഹിക്കണം എന്നത് മനുഷ്യൻ സ്വന്തം ഭാവനയിൽ കണ്ടെത്തേണ്ടതല്ല. അത് അള്ളാഹു തആല തന്നെ നമുക്ക് പ്രവാചകന്മാരിലൂടെയും കിതാബുകളിലൂടെയും അറിയിച്ചു തന്നിട്ടുണ്ട്. ആ ആരാധനകൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ അത് മനുഷ്യ ജീവിതത്തിൽ സാധ്യമാകുന്നതാണ്, എളുപ്പം നൽകുന്നതാണ്, പരമാവധി സുഖം നൽകുന്നതാണ് എന്ന് കാണാൻ കഴിയും. ആ ആരാധനകൾ, അതിന്റെ സങ്കീർണതകൾ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും റൂഹുള്ള ആരാധനകൾ നിർവഹിച്ച് ജീവിതത്തെ സജീവമാക്കിക്കൊണ്ട് നടക്കുകയാണ് വേണ്ടത്. ആ ആരാധനാ കർമ്മങ്ങൾ അതിന്റെ റൂഹോടുകൂടി നിർവഹിച്ചാൽ ഈ ലോകത്തും പരലോകത്തും അതാണ് വിജയത്തിന്റെ കാരണം. അങ്ങനെ പ്രായോഗികമല്ലാത്ത, മനുഷ്യ സാധ്യമല്ലാത്ത ഒരു ആരാധനാകർമ്മവും ഒരു കർമ്മവും അള്ളാഹു മനുഷ്യന് കൽപ്പിച്ചിട്ടില്ല എന്ന സന്തോഷം, എന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള നേര് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നതിന് പകരം, അതെ യസ്റൂ, നിങ്ങൾ എളുപ്പം നൽകുകയാണ് വേണ്ടത് എന്ന നബിവചനത്തെ കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നത് നമുക്ക് സാധ്യമാകേണ്ടുന്ന കാര്യമാണ്. ഇത്രയൊക്കെയാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോഴൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്.